ഹലോ, ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ ഫേസ് ഫെയിലിയർ അല്ലെ ഫേസ് സീക്വൻസ് ഒരു റിലേയുടെ ഒരു കാര്യത്തെ പറ്റിയാണ്. കാരണം ഇന്ന് ഞാൻ എൻ്റെ ഒരു പാനൽ ഇൻസ്റ്റാൾ ചെയ്യാൻ പോയി. അപ്പോൾ ഒന്നോ രണ്ടോ പ്രാവശ്യം ആ സാധനം, അതായത് പുതിയ സാധനങ്ങളുടെ ക്വാളിറ്റി എത്രമാത്രം ഉണ്ടെന്നുള്ള ഒരു ചെറിയൊരു വീഡിയോ ആണ്. പുതിയൊരു സാധനമാണ്. അതായത് ഇൻസ്റ്റലേഷൻ ചെയ്ത് ഒന്നോ രണ്ടോ പ്രാവശ്യം മാത്രം വർക്ക് ചെയ്ത സാധനം, അതിനുശേഷം ഈ സാധനം പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്നില്ല. അപ്പോൾ ഞാൻ ഈ റിലേ എന്തിനാണെന്ന് ഞാൻ ആദ്യം ഇത് പറഞ്ഞുതരാം. കട്ടി നമുക്കൊരു ഫേസ് ഫെയിലിയർ റിലേ അല്ലെങ്കിൽ ഫേസ് സീക്വൻസ് റിലേ അതെന്താണെന്ന് നമുക്ക് നോക്കാം. ഇതാണ് ഒരു ഫേസ് ഫെയിലിയർ റിലേ എന്നുള്ള ഈ ഒരു സാധനം. ഓക്കെ, അപ്പം ഇതിനുള്ളിൽ നമുക്കിപ്പോൾ എന്തിനാണ് ഇത് കൊടുക്കുന്നതെന്ന് അറിയാമോ? നമുക്കിപ്പം ഒരു ലോഡ് ഒരു 3 ഫേസ് ആണെന്ന് വിചാരിക്കുക. 3 ഫേസ് ലോഡ് ആണെന്നുണ്ടെങ്കിൽ, പ്രത്യേകിച്ച് മോട്ടറോ കാര്യങ്ങളോ ആണെന്ന് വിചാരിക്കുക. അതിപ്പം നമ്മൾ RYB കൊടുത്തു കഴിഞ്ഞാൽ ഒരു ഡയറക്ഷനിൽ കറങ്ങാനുള്ള ഒരു സംഭവമാണല്ലോ. അതേപോലെ തന്നെ നമ്മളിപ്പം ഫോർവേഡും റിവേഴ്സും കൊടുക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെയൊക്കെ നമുക്ക് കൊടുക്കാറുണ്ട്. ഫേസ് മാറ്റിയാൽ അങ്ങനെ കൊടുക്കും. പക്ഷേ ഇപ്പോൾ ഫോർവേഡിൽ കറങ്ങുന്ന ഒരു കാര്യം KCB ലൈൻ തിരിച്ചു എന്ന് വിചാരിക്കുക. അപ്പോൾ ആറും വൈയും ബിയും, അതായത് 2 ഫേസ് മാറിയ ഓട്ടോമാറ്റിക്കലി എന്താവും, ഇത് റിവേഴ്സിൽ, അതായത് വേറൊരു ഡയറക്ഷനിൽ കറങ്ങും. അങ്ങനെയൊക്കെ വരുമ്പോൾ അങ്ങനെ വരാതിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ഫേസ് സീക്വൻസ് അല്ലെങ്കിൽ ഫേസ് ഫെയിലിയർ. അതേപോലെ തന്നെ 3 ഫേസിൽ കറങ്ങുന്ന ഒരു സാധനം ഒരു ഫേസ് നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ആ മോട്ടർ 2 ഫേസിൽ കറങ്ങും. അത് മോട്ടർ ഹീറ്റപ്പ് ആവുകയും അത് കേടാകുകയും ചെയ്യും. അതൊക്കെ അങ്ങനെയുള്ള അവസ്ഥകൾ ഒഴിവാക്കുന്നതിനാണ് ഈ ഒരു ഫേസ് സീക്വൻസിലെ ഫേസ് ഫെയിലിയർ ഇല്ലേ. അപ്പം ഇതിലെന്താ സംഭവിക്കുന്നത് പറഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കും L1, L2, L3. അപ്പോൾ ഒരു 3 ഫേസ് ഇതിൽ കൊടുക്കാൻ പറ്റും. അപ്പോൾ ഈ 3 ഫേസിൻ്റെ ഒരു ബാലൻസ് ചെക്ക് ചെയ്യും. ഇത് കറക്റ്റ് ആണോ അല്ലയോ, ഏതെങ്കിലും ഫേസ് നഷ്ടപ്പെട്ടിട്ടുണ്ടോ, അല്ലെങ്കിൽ ഈ ഫേസിൻ്റെ സിമെട്രി, അതായത് L1, L2, L3 RYB എന്നുള്ള ഓർഡറിലാണോ കൊടുത്തിരിക്കുന്നത്. ഇത് ഓർഡർ മാറിക്കഴിഞ്ഞാൽ ഇത് നേരെ ഇതിനുള്ളിൽ ഒരു റിലേ ആണുള്ളത്. ഈ റിലേ പിടിക്കാതെ വരും, അതായത് പിക്ക് ചെയ്യുന്ന, അതായത് നോർമലി ഇതിൻ്റെ കോൺടാക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് വർക്ക് ചെയ്യുമ്പം ഇതിൻ്റെ NO കോൺടാക്റ്റ് നേരെ NC ആയി മാറും. ഓക്കെ, NC കോൺടാക്റ്റ് NO ആയി മാറുകയും ചെയ്യും. അപ്പോൾ ഇതിൻ്റെ NO NC കോൺഫിഗറേഷൻ വെച്ചിട്ടാണ് നമ്മൾ ഈ സംഭവം എടുക്കുന്നത്. അതായത് ഫേസ് ഫെയിലിയർ ഒക്കെ ആയിക്കഴിഞ്ഞാൽ ഒരു ഇൻഡിക്കേഷൻ ലാമ്പോ കാര്യങ്ങളോ നമുക്ക് കണക്ട് ചെയ്യാനായിട്ട് എടുക്കാം. അതേപോലെ തന്നെ ഫേസ് ഫെയിലിയർ ആയിക്കഴിഞ്ഞാൽ നമുക്ക് ഒരു NC എന്നുള്ളത് നേരെ NO ആയി മാറും. അപ്പോഴത്തേനും കൺട്രോൾ സർക്യൂട്ട് കട്ടാക്കി കളയാം. ഓക്കെ, കൺട്രോൾ സർക്യൂട്ട് ഇതുവഴി നമ്മൾ എടുക്കുകയാണ് ചെയ്യുന്നത്. ഒരു കൺട്രോൾ സർക്യൂട്ട് ഇപ്പോൾ 24 വോൾട്ടിൻ്റെയോ അല്ലെങ്കിൽ 230 വോൾട്ടിൻ്റെയോ കൺട്രോൾ സർക്യൂട്ട് ഇതിലൂടെ കയറ്റി ഇറക്കി വിടുകയാണ് ചെയ്യുന്നത്. അതായത് ഈ കോൺടാക്റ്റിലൂടെ കയറ്റി ഇറക്കി നമ്മൾ കട്ട് ചെയ്ത് കളയുകയാണ് ചെയ്യുന്നത്. അതായത് ഫേസ് അൺബാലൻസ് ഉണ്ടായാൽ. അപ്പോൾ ഇന്നത്തെ സംഭവം ഞാൻ പോയപ്പോൾ സംഭവിച്ചതെന്ന് പറഞ്ഞാൽ, ഇന്നലെ ഒരു ദിവസം ഇത് വർക്ക് ചെയ്തു, ഇന്നും പോയി നോക്കുമ്പം ഈ കാര്യം കറക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നില്ല. അപ്പം ശരിക്കും പറഞ്ഞത് നമുക്ക് നോക്കിയാൽ അറിയാം, 15ഉം 16ഉം തമ്മിൽ, അതായത് 18 കോമണും 15ഉം 16ഉം തമ്മിൽ NC കോൺടാക്റ്റ് ശരിക്കും വരേണ്ടതാണ്. അപ്പം ഇതിൻ്റെ അകത്ത് വെച്ച് നോക്കിയാൽ, മൾട്ടിമീറ്ററിൽ വെച്ച് നോക്കിയാൽ നമുക്ക് ഒരു കോൺടാക്റ്റും കിട്ടുന്നില്ല, ചേഞ്ച് ഓവറും നടക്കുന്നില്ല, ഒന്നും നടക്കുന്നില്ല. അപ്പോൾ ഈ സാധനം ഞാനിപ്പോൾ അഴിച്ചെടുത്തുകൊണ്ട് വന്ന് ഇതിനുള്ളിലെ സംഭവം എന്ത് പറ്റി, റിലേ പോയതാണോ എന്താണ് എന്നറിയാൻ മേല നോക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ പുതിയൊരു സാധനമാണ്, അതിൻ്റെ ക്വാളിറ്റി ഇതാണ്. ഇവരുടെ ഇത് ശരിക്കും പറഞ്ഞാൽ മൾട്ടിസ്പാൻ എന്ന് പറഞ്ഞ കമ്പനിയുടെയാണ്. ഇവരുടെ തന്നെ ഒരു DC ഡ്രൈവ് വാങ്ങിച്ച് ഞാൻ പണ്ട് വിട്ടുപോയതാണ്. അപ്പോൾ വീണ്ടും എനിക്ക് ഒരു അബദ്ധം പറ്റി. അപ്പം ഇതുപോലെയുള്ള പ്രോഡക്റ്റുകൾ വാങ്ങുമ്പം എന്താ പറയുക, ജസ്റ്റ് ഒന്ന് കെയർ ചെയ്യുക. ഇതിൻ്റെ ഒന്നും ക്വാളിറ്റി കാര്യങ്ങളൊക്കെ നമുക്ക് അഷ്യൂർ ചെയ്യാൻ സാധിക്കില്ല. അപ്പോൾ എന്താ പറ്റിയെന്നുള്ളത് ഇനി നോക്കണം. നമ്മുടെ ഫേസ് ഫെയിലിയർ റിലേയുടെ ഉൾഭാഗം ഇതാണ്. ഓക്കെ, ഒരു ഇലക്ട്രോണിക് സർക്യൂട്ട് ഉണ്ട് ഇതിൻ്റെ അകത്ത്, IC ഒക്കെ വെച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മൾ പറഞ്ഞ റിലേ ഇവിടെയാണ് ഇരിക്കുന്നത്. മിക്കവാറും റിലേയുടെ ഏതെങ്കിലും കോൺടാക്റ്റ് പോയതായിരിക്കാം എന്ന് കരുതുന്നു, കിട്ടാത്തത്. അപ്പോൾ റിലേ വെച്ച് നോക്കുവാണെങ്കിൽ ഇത് രണ്ടും കോയിൽ കണക്ഷൻ, ഇതും ഈ രണ്ടറ്റത്ത് കിടക്കുന്നത് കോയിൽ കണക്ഷൻ, സെൻറ്റർ കോമൺ, ഇത് ഒരു NC, ഇത് NO, ആ രീതിയിലാണ് വരുന്നത്. അപ്പം നമുക്ക് ഇവിടെ നമ്മൾ ചെക്ക് ചെയ്യുമ്പോഴത്തേനും നമുക്ക് ഇവിടുന്ന് NC കിട്ടുന്നുണ്ട്. പക്ഷേ അതേ പോയിന്റിൽ നമുക്ക് ഇവിടുന്ന് ആ പോയിന്റിൽ, അതായത് ഇങ്ങോട്ടേക്ക് സോൾഡർ ചെയ്തിരിക്കുന്ന ഈ പോയിന്റിൽ നമുക്ക് NC കിട്ടുന്നില്ല. അപ്പോൾ നമ്മൾ വെച്ച് നോക്കിയപ്പോഴത്തേനും ഈ ഒരു പോയിന്റ് ഓക്കെയാണ്, ഇത് കിട്ടുന്നുണ്ട്. പക്ഷേ ഈ ഒരു പോയിന്റിൽ കണക്ഷൻ അങ്ങോട്ടേക്ക് കിട്ടുന്നില്ല. അതായത് ഇത് കോമൺ ആണ്, ഈ കോമൺ പോയിന്റ് കിട്ടുന്നില്ല. അപ്പോൾ കോമൺ പോയിന്റ് കിട്ടിയാലേ ഉള്ളൂ നമുക്ക് എന്താ NC ആണെങ്കിലും NO ആയാലും കിട്ടത്തുള്ളൂ. അപ്പോൾ ഈ കോമൺ പോയിന്റ് ഇതിൽ നിന്നും വിട്ടുപോയിരിക്കുക. അപ്പോൾ ഇതിൻ്റെ ചിലപ്പം ഇതിൻ്റെ അടിയിലാണ് ഇതിൻ്റെ ട്രാക്ക്. ഈ റിലേയുടെ അടിയിൽ നിന്നാണ് ഈ കോമണിൻ്റെ ട്രാക്ക്. ചെറിയ ട്രാക്ക് വല്ലതും ആയിരിക്കും, അതുമെല്ലാം വിട്ടുപോയതായിരിക്കാം എന്ന് ഞാൻ കരുതുന്നു. അപ്പോൾ ആ കോമണിലേക്ക് നമുക്ക് ഒരു സപ്ലൈ കൊടുത്തുകൊണ്ട് ഇത് വേണമെങ്കിൽ എനേബിളാക്കി എടുക്കാം എന്ന് ഞാൻ കരുതുന്നു. അപ്പം ഇത് വർക്കാവുമെന്ന് തോന്നുന്നു. അങ്ങനെ വർക്കാവുകയാണെങ്കിൽ നമുക്ക് ഇതിൻ്റെ ഒരു ഷോർട്ടായിട്ടുള്ളൊരു ചെറിയൊരു വീഡിയോ നമുക്ക് ഇടാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. താങ്ക് യു.